ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്ക വേവിച്ചതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചക്കയുടെ നാലിലൊരു ഭാഗമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് വെട്ടിയെടുത്ത് ചുളയെടുത്ത് കുരുവും ചവുണിയും കളഞ്ഞ് നമ്മളത് വൃത്തിക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഇതുപോലെ ഞങ്ങളിത് നീളത്തിലാകട്ടോ അരിയുന്നത്. നീളത്തിൽ അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മളിതൊരു പാത്രത്തിലേക്ക്, വേവിക്കാനുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി അതിന് 1 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഇതിന് ഒഴിക്കുന്നത്. ഈ വെള്ളത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ചക്കയ്ക്ക് ആവശ്യമായ ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളിത് വേവിക്കാൻ വെക്കുകയാണ്. ഈ കപ്പാണ് കേട്ടോ എടുത്തത്. ഒരു 1/4 ഭാഗം ചക്കയ്ക്ക് ഈ ഒരു കപ്പിന് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ഇനി ഇത് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുകയാണ്. അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു അരമുറി തേങ്ങ, 5 ചെറിയുള്ളി, ഒരു 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനമാണ്. ഈ വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ നമ്മൾ ആദ്യം ഒന്ന് ഒതുക്കിയെടുക്കുക. അത് കുറച്ചൊന്ന് അരയണം. അതൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് തേങ്ങ ഇടുകയുള്ളൂ. ഇല്ലെങ്കിൽ തേങ്ങ അരഞ്ഞു പോകും. തേങ്ങ ജസ്റ്റ് ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി. അതുകൊണ്ട് ആദ്യം അത് ചെയ്തതിന് ശേഷം തേങ്ങയും മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് ഒന്ന് കറക്കിയെടുക്കുമ്പോഴേക്കും നമ്മുടെ അരപ്പ് റെഡിയാകും. അരപ്പ് റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ചക്കയുടെ വേവ് നോക്കണം. ചക്ക അന്നേരത്തേക്കും വെന്തിട്ടുണ്ടാകും. വെള്ളം പറ്റി റെഡിയായിട്ട് അരിയിരിക്കുന്നു. കുറച്ചൊരു വെള്ളം കാണും. അത് ഈ അരപ്പ് വേവാൻ വേണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് അരപ്പിട്ട് ഒരു 5 മിനിറ്റ് മതി. ആ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി അരപ്പൊന്ന് വെന്ത് കിട്ടണം. അതിനുവേണ്ടി ഒരു 5 മിനിറ്റ് നമ്മളിത് മൂടി വെച്ച് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 5 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കുന്നു. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വെള്ളമൊക്കെ പറ്റി നല്ല റെഡിയായി കിട്ടും. ഈ നേരത്ത് നമ്മൾ ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കണം. വേണമെങ്കിൽ ഇളക്കുന്ന ടൈമിൽ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ആദ്യം ഇടുമ്പോൾ തന്നെ കണക്കായിരിക്കും. അതിനുശേഷം സ്റ്റൗ ഓഫാക്കി നമ്മളിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചക്ക വെട്ടി റെഡിയായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഈ ചക്കപ്പുഴുക്ക്. ഇപ്പം ഞങ്ങളുടെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ചിലർ ജീരകം അരയ്ക്കും. ഇവിടെ ഞങ്ങൾക്ക് ജീരകം അരയ്ക്കാറില്ല കേട്ടോ. ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം. ഇത് നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാൻ ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നന്ദി.